നമസ്കാരം. യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ നഗരസഭയുടെ തനിമ മിൽക്ക് ബൂത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗലീലിയോ സയൻസ് സെന്റർ ഊർജ്ജ ജലസംരക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പെരിന്തൽമണ്ണ ഓണം മാർക്കറ്റ് ഉദ്ഘാടനം മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. ഞാൻ അജീഷ് കല്ലൂർ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ നഗരസഭയുടെ തനിമ മിൽക്ക് ബൂത്ത് ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ പാലുൽപാദകരുടെ കൂട്ടായ്മയായ തനിമ ക്ഷീര ക്ലബിന്റെ ആദ്യ സംരംഭമാണ് മിൽക്ക് ബൂത്ത്. പ്രദേശത്തെ 100-ലധികം കർഷകരുടെ കൂട്ടായ്മയായ ക്ലബിന്റെ മിൽക്ക് ബൂത്ത് പെരിന്തൽമണ്ണ കോടതിപ്പടിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ച് ക്ഷീരോത്പാദനം മെച്ചപ്പെടുത്തുന്നതിന് ക്ഷീരകർഷകരെ സഹായിക്കുകയാണ് ലക്ഷ്യം. നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഈ ക്ലബിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർഷകർക്കും നമ്മുടെ തനിമ ക്ഷീര ക്ലബിലുള്ള അംഗങ്ങൾക്കും ഒക്കെ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശത്തിൽ നിന്നുള്ള കർഷകരുടെ സഹായവും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വൈസ് ചെയർമാൻ എം മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. നബാർഡ് മലപ്പുറം DDM KP പത്മകുമാർ മുഖ്യാതിഥിയായിരുന്നു. MK ശ്രീധരൻ, MK സുഹറ, പച്ചേരി ഫാറൂഖ്, V മോഹനൻ, P ദേവദാസ്, MK അബ്ദുൽ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ ഗലീലിയോ സയൻസ് സെന്റർ സംഘടിപ്പിച്ച ഊർജ്ജ ജലസംരക്ഷണ ശില്പശാല CP നാരായണൻ MP നിർവഹിച്ചു. നാം നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഭാവിയെ പ്രയാസകരമാക്കുന്നതുമായ 2 പ്രശ്നങ്ങളാണ് ഊർജ്ജ പ്രതിസന്ധിയും ജലദൗർലഭ്യവും. നിരവധി സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഈ അവസ്ഥയെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിലും അതത്ര കാര്യമാക്കിയിട്ടുണ്ടാവില്ല. ഇനിയും ഇക്കാര്യം പരിഗണിച്ചില്ലെങ്കിൽ നാം വലിയ പ്രതിസന്ധിയിലാകും. വൈദ്യുതിയും പാചകവാതകവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും പാഴാകാതെ സംരക്ഷണബോധത്തോടെ കൈകാര്യം ചെയ്യാനും നാം പഠിക്കണം. കുടിവെള്ളവും വെള്ളവും എല്ലാ കാലത്തും ആവശ്യത്തിന് ഉറപ്പുവരുത്തുകയും സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുകയും വേണം. ഇത്തരം കാഴ്ചപ്പാടില്ലെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രായോഗികമായ പരിശീലനം നൽകുന്നതിനാണ് ഗലീലിയോ സയൻസ് സെന്റർ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. സമൂഹ നിർമ്മാണ പ്രക്രിയയിൽ ഈടുറ്റ സംഭാവനകൾ നൽകിയ ബഹുമാനപ്പെട്ട രാജ്യസഭാംഗം ശ്രീ CP നാരായണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MS മോഹനൻ, P അജിത് പ്രഭു, V ശശികുമാർ, M മുഹമ്മദ് സലീം, MK ശ്രീധരൻ, സുശീല AP, കാട്ടുങ്ങൽ നസീറ എന്നിവർ പ്രസംഗിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓണത്തിനു മുമ്പ് കുടിശ്ശിക വിതരണം ചെയ്യുക, കൂലി യഥാസമയം വിതരണം ചെയ്യുക, തൊഴിൽ ദിവസം 200 ആക്കുക, ദിവസവേതനം 320 രൂപയാക്കുക, കാർഷിക മേഖലയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, എല്ലാ തൊഴിലാളികൾക്കും ഉത്സവബത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ പഞ്ചായത്ത് മെമ്പർ U അജയൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഏതൊക്കെ നിലയിലാണോ ജനങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അതൊക്കെ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് NREG വർക്കേഴ്സ് യൂണിയൻ ഈ പഞ്ചായത്തുകളിലേക്ക് ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് അവർക്ക് ഓണത്തിന് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് കിട്ടിയിരുന്നു 1000 രൂപ അലവൻസ്. ആ അലവൻസ് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ബാക്കി വെച്ച പണം ഖജനാവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഒരു തവണ അത് ലഭിക്കുന്നതിനാവശ്യമായ സമീപനമെങ്കിൽ അത് കഴിഞ്ഞ തവണത്തിൽ 400 രൂപയായി വെട്ടിക്കുറച്ചു. ആ 400 രൂപ മുഴുവൻ തൊഴിലാളികൾക്കും നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. EV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. KT അയ്യപ്പൻ, MP മോഹനൻ, PP പ്രേമ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണം മാർക്കറ്റ് പെരിന്തൽമണ്ണയിൽ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. 2014 ഓണാഘോഷത്തോടനുബന്ധിച്ച് സപ്ലൈകോ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കുന്ന ഓണം മാർക്കറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് അധ്യക്ഷത വഹിച്ചു. ഓണം മാർക്കറ്റിൽ നിന്നും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും, പച്ചക്കറികൾ, നേന്ത്രക്കായ എന്നിവയും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നതാണ്. സപ്ലൈകോയുടെ ഈ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. PK ശശിധരൻ, C സേതുമാധവൻ, NV ഉണ്ണികൃഷ്ണൻ, AK നാസർ, മാത്യു സെബാസ്റ്റ്യൻ, MV അജയകുമാർ, ചാക്കോ വർഗീസ്, ഹംസ പാലൂർ, ശിവദാസൻ, AV ഫിലിപ്പോസ് എന്നിവർ പ്രസംഗിച്ചു.
മണൽക്ഷാമം രൂക്ഷമായിരിക്കെ പെരിന്തൽമണ്ണയിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളിലെ ലോഡ് കണക്കിന് മണൽ പാഴായി പോകുന്നു. മണൽക്ഷാമം മൂലവും ഉയർന്ന വിലയിലും ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ പെരിന്തൽമണ്ണയിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളിലെ ലോഡ് കണക്കിന് മണൽ ഉപയോഗശൂന്യമാകുന്നു. പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളിലെ മണലും ലേലത്തിൽ നൽകിയ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന മണലുമാണ് ഈ രീതിയിൽ പാഴാകുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് 120-ലേറെ തൊണ്ടി വാഹനങ്ങൾ അധികൃതർ ലേലം ചെയ്തിരുന്നു. പിടികൂടുന്ന സമയത്ത് മിക്ക വാഹനങ്ങളിലും മണൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ വാഹനം ലേലത്തിലെടുത്തവർ വാഹനം കൊണ്ടുപോകുന്ന സമയത്ത് മണൽ അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ മണലാണ് മഴയത്തും മറ്റും ഒഴുകി ഉപയോഗശൂന്യമാകുന്നത്. ഇത്തരത്തിലുള്ള മണൽ കലവറയിലേക്കോ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇത്തരം വാഹനങ്ങളിൽ നിന്ന് മണൽ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി പ്രത്യേക സ്ഥലത്ത് എത്തിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പെരിന്തൽമണ്ണ സബ് ജയിൽ, ട്രഷറി, പഴയ കോടതി കെട്ടിടം പൊളിച്ചതിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലും ഇത്തരത്തിൽ മണൽ കൂട്ടിയിട്ടിട്ടുണ്ട്. പുഴക്കടവുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മണൽ കലവറയിലേക്ക് കൈമാറുന്നതിനോ റവന്യൂ ഓഫീസ് പരിസരങ്ങളിലേക്ക് മാറ്റുന്നതിനോ സംവിധാനമുണ്ടെങ്കിലും പിടിച്ചെടുത്ത വാഹനങ്ങളിലെ മണൽ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. കൂടാതെ പിടിച്ചെടുത്തതും ലേലം ചെയ്യാത്തതുമായ വാഹനങ്ങളിലും ലോഡ് കണക്കിന് മണലുണ്ട്. ഇവയും മഴവെള്ളത്തിൽ ഒഴുകി ഉപയോഗശൂന്യമാവുകയാണ് ചെയ്യുന്നത്. വാഹനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ തന്നെ അവ സ്വരൂപിച്ച് അധികൃതർ തന്നെ ആവശ്യക്കാർക്ക് നൽകിയാൽ ഇത്രയും മണൽ ഉപയോഗിക്കാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അതിനുള്ള നടപടി ഉണ്ടാകാത്തതിനാലാണ് മണൽ ഈ രീതിയിൽ നഷ്ടമാകുന്നത്. ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉണങ്ങി നിൽക്കുന്ന മരം അപകട ഭീതി ഉണർത്തുന്നു. വർഷങ്ങളോളമായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉണങ്ങി നിൽക്കുന്ന മരമാണ് പ്രദേശവാസികൾക്കും സമീപത്തെ ഓഫീസിനും അക്ഷയ സെന്ററിനും ഒരുപോലെ തലവേദനയാകുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, ഹെൽത്ത് സെന്റർ, ലൈബ്രറി, അക്ഷയ സെന്റർ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കുമാണ് ഒരുപോലെ ഈ ഉണങ്ങി നിൽക്കുന്ന മരം ദുസ്സഹമാകുന്നത്. ഓഫീസിന് മുന്നിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കും സമീപത്തെ കടയിലേക്ക് എത്തുന്നവർക്കും ഭീഷണിയാകുന്ന മരം മുറിച്ചു മാറ്റാൻ അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കുറേ നാളായാണ്, കൊല്ലങ്ങളോളം ഒക്കെ ആയിരുന്നു. പഞ്ചായത്തിൽ ഞങ്ങൾ പ്രസിഡന്റിനോടൊക്കെ പരാതി കൊടുത്തിട്ട് കൊല്ലങ്ങളായി. ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു വ്യക്തമായൊരു നിലപാട് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അക്ഷയ സെന്ററിന്റെ മുൻവശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, കാണുവാൻ ജനങ്ങൾ അക്ഷയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ടൈമും കാറ്റടിച്ച് വിഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് മരം നിൽക്കുന്നത്. ശക്തിയായി കാറ്റടിച്ചാൽ ഏതു നിമിഷവും നിലംപൊത്താമെന്ന അവസ്ഥയിലാണ് മരം. സംസ്ഥാന പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മരം മുറിച്ചു മാറ്റാൻ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു അനുകൂല തീരുമാനവും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പാറൽ വീട്ടിക്കാട് AMLP സ്കൂൾ PTയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പാറൽ വീട്ടിക്കാട് AMLP സ്കൂൾ PTയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ആലിപ്പറമ്പ് പഞ്ചായത്ത് മെമ്പർ PK ഹംസ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ KP ഹംസ, PK അബൂബക്കർ, മുൻ അധ്യാപകൻ KK അബൂബക്കർ, ഹുസൈൻ പാറൽ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്കും PTA അംഗങ്ങൾക്കും വിഭവസമൃദ്ധ സദ്യ നൽകി. HM സതീദേവി, VK ഈസ, KK അബ്ദുൽ ലത്തീഫ്, PK ഉഷാദേവി, K ശാന്ത, P സുനിത, KK റൈഹാനത്ത്, VP ദീപ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ നഗരസഭയുടെ തനിമ മിൽക്ക് ബൂത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗലീലിയോ സയൻസ് സെന്റർ ഊർജ്ജ ജലസംരക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പെരിന്തൽമണ്ണ ഓണം മാർക്കറ്റ് ഉദ്ഘാടനം മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.